ഹലോ, ഹായ്. അപ്പോൾ മിസ് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നും ആഘാതത്തിൽ നിന്നും നിങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് മിസ്സിനറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വീണ്ടും ഞാൻ എടുത്തിടുവാൻ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും വിഷമമായിരിക്കും. ശ്ശോ! ഒന്ന് മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ദേ മിസ് വന്ന് മോഡൽ എക്സാമിൻ്റെ കാര്യം പറയുന്നു എന്നുള്ളതറിയാം. കണ്ടപ്പോഴേ ഞങ്ങളിവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കുറച്ചൊരു ടൈം വന്നില്ലേ എന്നുള്ള രീതിയിലാണെങ്കിൽ ഉള്ളിൽ ഞങ്ങൾക്ക് അറിയുമായിരുന്നു ഗൈസ്. കാരണം നമുക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നുള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരു ദിവസം ഒരു എക്സാം വെച്ചിട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പഴയ കഥകൾ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഈ എക്സാമിന് എങ്ങനെ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, വേറൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ സങ്കടപ്പെടണമെന്നോ വിഷമിക്കണ്ടെന്നോ ഇതെന്തിനാ വിഷമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമായിരിക്കും. അതൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. വിഷമിക്കണം, കാരണം കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നും, സങ്കടം തോന്നും. ഒരു ദിവസം 2 എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, അല്ലെങ്കിൽ എന്തിനാ വിഷമിക്കുക, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. പാടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അത് പാട് തന്നെയാണ്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം അതൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു ഓക്കെ ഒരു ദിവസം 2 സബ്ജക്റ്റ്, അതോ 2-3 ചാപ്റ്റർ അല്ലാതെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതാകുമ്പോൾ ഫുൾ ചാപ്റ്റേഴ്സും വരുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മാറ്റം പോകില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മുടെ വഴിയുടെ ഫ്രണ്ടിലുള്ള ഒറ്റ ഇതേ ഉള്ളൂ, ഇതെങ്ങനെ പഠിക്കാം. ഓക്കെ, അത് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇതായിട്ട് നിങ്ങൾക്ക് ഫുള്ള് നിങ്ങൾ നോക്കിയിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഫുള്ള് നിങ്ങൾ നോക്കി അതിൻ്റെ ഒറ്റ സെൻറ്റൻസ് പോലും വിടാതെ എല്ലാം നോക്കിയിട്ട് പോകാൻ പറ്റും എന്നൊന്നും മിസ് പറയുന്നില്ല. സത്യസന്ധമായിട്ട് പറയാം, അത് നിങ്ങൾ വൈകിട്ടാണ് വരുന്നത്, രാവിലെ നിങ്ങൾക്ക് പോകാം. 2 സബ്ജക്ട്സ് ഉണ്ട്. അപ്പം എല്ലാം നോക്കിയിട്ടൊന്നും പോകലൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ 2 സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം തലേന്ന് വന്നിരുന്ന് നിങ്ങൾ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത്. നമ്മളാണെങ്കിൽ എടുത്തു വെച്ചിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ, ഈ ചാപ്റ്റർ വിടാം, ഈ ചാപ്റ്ററിന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം പഠിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ തന്നെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ തന്നെ പഠിച്ചുകൊണ്ട് പോകും. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെയിറ്റേജ് ആണ്. അപ്പോൾ എന്തായാലും വെയിറ്റേജ് സ്കീം ഓഫ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഇവിടെ മിസ് കൊടുത്തേക്കുന്ന പോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മിസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇത് കൊടുത്തേക്കുന്ന എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഒരു ചാപ്റ്ററിൽ നിന്ന് 6, അങ്ങനെയല്ല. 6 മാർക്ക് വരെ, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ അപ്പുറം, ചിലപ്പോൾ 7 മാർക്കിന് വയ്ക്കുക, ചിലപ്പോൾ 8 മാർക്ക്, ഡിപ്പെൻസ് അപ്പോൺ. എന്നാലും ഒരു ആവറേജ് ബേസിസിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ബേസിസിലാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ചിലപ്പം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, പിന്നെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണുമായിരിക്കും. അപ്പം ടോട്ടലി എത്ര മാർക്ക്? 6 മാർക്ക്. സോ ഇങ്ങനെ ഏത് രീതിയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഒരു ആവറേജ് ബേസിസിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണുമ്പോൾ സെയിം സംഭവം തന്നെയാണ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 നിങ്ങൾക്കറിയാം. ജേർണൽ, ലെഡ്ജർ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ച് വിട്ടുപോയി കാണുമായിരിക്കും. പക്ഷെ നോ വറീസ്, അതിൽ നിന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എത്ര മാർക്കിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ സെറ്റായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അത് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. എങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എത്ര മാർക്കിൻ്റെ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് മാർക്കിൻ്റെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, 2 മാർക്കിൻ്റെ എടുത്ത് 8 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ തന്നെ ചെയ്യും. ഇപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മൾ ആ എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കുമ്പോൾ എത്ര മാർക്ക് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇത് പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ടു 9 മാർക്കിൻ്റെതാണ് വരുന്നത്. ഓക്കെ, 9 മാർക്കാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലായിരിക്കാം. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പഠിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു വലിയ ചാപ്റ്ററാണ്, ഗടാഗടിയും വലിയ ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്ന് തന്നെ. എൻ്റെ അത് വരാത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 9 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എസ്സേ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞു പോയെന്നേ ഉള്ളൂ. 9 മാർക്കാകുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 9 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ചാപ്റ്ററാണ്. അടുത്തത് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതും ഈ പറഞ്ഞ പോലെ 6 മാർക്കിൻ്റെ ഓളം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്ന് വരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ടെൻഷനോ സംഭവ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രേൻ്റെ അപ്പുറത്തോട്ട് വരാൻ ചാൻസ് ഇല്ല. ഏറെക്കുറെ 6 മാർക്ക് എന്നുള്ള രീതിയിൽ, 9 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരും. സോ നെക്സ്റ്റ് വീഡിയോയിൽ മിസ് അടുത്ത നമ്മുടെ 4 ചാപ്റ്റേഴ്സിൻ്റെ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ എത്ര മാർക്കിൻ്റെ ആയിരിക്കും വരുന്നത് എന്നുള്ളതായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേറെ ഏതെങ്കിലും വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഇതിൽ ഇൻഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്.